ഈ ബിരിയാണി നിങ്ങൾ ഇനിയും കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കഴിക്കണം. നമ്മുടെ പേർഷ്യയിൽ നിന്ന് തുടങ്ങി കാശ്മീർ തൊട്ട് മലബാർ വരെ നല്ല ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബിരിയാണീസ് ഇതുവരെ നമുക്ക് എമേർജ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ നല്ല അടിപൊളി ബിരിയാണി നമ്മുടെ തിരുവനന്തപുരത്ത്, നമ്മുടെ സൗത്ത് കേരളയിലേക്ക് വരുമ്പോൾ നല്ലൊരു മലബാർ സ്റ്റൈൽ ബിരിയാണിയൊക്കെ നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ലൊക്കേഷനാണ് ഗൈസ് അജ്വ. നമ്മുടെ അജ്വ, സ്വന്തം അജ്വ. നമ്മുടെ അജ്വ ബിരിയാണിയിൽ പോകാത്തവരായിട്ട് ഇപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പോയി ട്രൈ ചെയ്തേക്കണം. നല്ല ഒറിജിനൽ കൈമ റൈസിൽ ഭയങ്കര സോഫ്റ്റ് റൈസിൽ ഓവറായിട്ട് മസാലാസ് ആഡ് ചെയ്യാത്ത ഈ ഒരു ബിരിയാണി എന്നും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. എനിക്ക് ഒരുപാട് മസാലാസ് വന്ന ബിരിയാണി, മസാലാസ് തീരെയില്ല ബിരിയാണീസും എനിക്ക് ഒട്ടും പറ്റും. അതുകൊണ്ട് തന്നെയും തിരുവനന്തപുരത്തെ മറ്റു രുചിയിടങ്ങളെല്ലാം തേടിപ്പോയി എന്നെ ഇവിടത്തേക്ക് എത്തിച്ചത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ബിരിയാണി തിരുവനന്തപുരത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും ഞാൻ ഇതിന്റെ പേര് പറയില്ല. എനിക്കത് പാരഗണാണ്. പാരഗണിലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന തൊട്ടടുത്ത ലൊക്കേഷനാണ് നമ്മുടെ അജ്വ ബിരിയാണി. പാരഗണോട് പൊട്ട് തന്നെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് നമ്മുടെ അജ്വ ബിരിയാണി. അതിൽ ഇവർ അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടറാണ് ഈ കാണുന്ന ബീട്രൂട്ട് പിക്കിൾ. ഈ ഒരു പിക്കിൾ നമ്മൾ ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ല അസലായിട്ട് വേറെ എവിടെയും കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ ബീട്രൂട്ടിന്റെ കൂടെ ക്യാരറ്റും അതിനോടൊപ്പം തന്നെ ഡേറ്റ്സും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന ഈ ഒരു പിക്കിൾ, അതിനോടൊപ്പം ഈ ഒരു കോഴിക്കാലും ആ ഒരു പിക്കിളും ഈ സലാഡ് നല്ല ചൂട് ചോറിങ്ങനെ ആറി വരുന്ന ചോറും എല്ലാം എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാരഗണിലെ ബിരിയാണി വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ റേറ്റ് വരുന്നത് 230-240 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് വരുന്നത്. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കലാപമോനി റോഡാണ്. നമ്മുടെ തൈക്കാട് വുമൻസ് കോളേജ് റോഡിന്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്, തമ്പാനൂർ. അപ്പൊ എല്ലാവരും ലൊക്കേഷൻ ജി മാപ്പ് നോക്കിയോ പേജ് ഒന്ന് ഫോളോ ചെയ്തോ.